ഹലോ, ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കാലത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് തലേന്ന് തന്നെ രാത്രി ഇത് പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു എന്ന് വെച്ചാൽ നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ആ ടൈം നമുക്ക് ലാഭിക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പേരാണ് ഓവർനൈറ്റ് ഓട്സ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ആദ്യമായിട്ട് പംകിൻ സീഡാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. രണ്ടിലും നമ്മളൊരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് ഒന്നും കൺസ്യൂം ചെയ്യാൻ അത്ര നല്ലതല്ല നമ്മുടെ ശരീരത്തിന്. അടുത്തത് നമ്മുടെ ഓട്സ്, മെയിൻ താരം. ഓട്സ് നമുക്ക് 2 ടീസ്പൂൺ വെച്ചിട്ട് രണ്ടിലും ഇട്ട് കൊടുക്കാം കേട്ടോ. 2 പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ താരമാണ് ചിയ സീഡ്സ്. എല്ലാവർക്കും പരിചയം ഉണ്ടാവുമെന്ന് തോന്നുന്നു അല്ലേ. അത് നമുക്ക് 1 ടീസ്പൂൺ വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ തികച്ച് വേണമെന്നൊന്നുമില്ല, കുറച്ച് ക്വാണ്ടിറ്റി കമ്മിയാക്കാം. ഫസ്റ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കമ്മിയാക്കിയിട്ട് പിന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറ്. എല്ലാം കുറച്ച് ക്വാണ്ടിറ്റി കമ്മിയായിട്ട് യൂസ് ചെയ്യും. അപ്പം നമ്മുടെ ശരീരത്തിന് അതിന് അലർജി ഉണ്ടോയെന്നൊക്കെ അറിയാമല്ലോ. അടുത്തത് നമ്മുടെ ഉണക്കമുന്തിരിയാണ്, ഡ്രൈ ഗ്രേപ്സിലെ ബ്ലാക്ക് കളർ. അത് നമ്മൾ കുറച്ചാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഞാനൊന്ന് കഴുകിയെടുത്തതാണ്. നന്നായി വെള്ളത്തിലിട്ട് വെച്ചതാണെങ്കിലും നല്ലതാട്ടോ. ഇനി റോബസ്റ്റ പഴം അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറുപഴം അല്ലെങ്കിൽ നമുക്ക് ആപ്പിള് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാവേ. നമ്മുടെ കയ്യിൽ ഇപ്പം ഉണ്ടായിരുന്നത് നമ്മൾ ചെറുപഴമാണ് കേട്ടോ. അപ്പോൾ രണ്ടിൽ ഞാൻ ഓരോ പഴം വെച്ച് ഇട്ടു. ഇനി 1 ഗ്ലാസ് നല്ല പാലാണ് കേട്ടോ, മിക്സ് ഒന്നും ചെയ്യാത്ത പാല്. അതിന് ഞാൻ അര ഗ്ലാസ് ആയിട്ട് രണ്ടിലും ഒഴിച്ച് വെച്ച്. ഇത് ടോൺഡ് മിൽക്കാണ് കേട്ടോ. അതായത് നമ്മുടെ ഇതൊന്നുമില്ല, ഫാറ്റില്ലാത്ത ടോൺഡ് മിൽക്കാണ്. ഇവിടെ കിട്ടുന്നത് ആവിൻ എന്ന കമ്പനിയാണ് കേട്ടോ. അപ്പം ഞാൻ അതിൽ രണ്ടിലും ഒഴിച്ച് വെച്ച് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സിങ്. അപ്പോൾ നമ്മുടെ അപ്പൂസ് ക്രേസി വേൾഡ് ആരെങ്കിലും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഇതിൽ കൂടുതൽ നന്നായിട്ട് ഉണ്ടാക്കി കഴിക്കുമായിരിക്കും. ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ. സാധാരണ ഞാൻ ഇതിൽ ബദാം, കാഷ്യൂനട്ട് ഒക്കെ ഇടാറുണ്ട്. ഇത്തവണ ഞാൻ വിചാരിച്ചു കുറച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന്, കുറച്ച് ഹെവി ആയിട്ട് വേണ്ടാന്ന് വിചാരിച്ചു. കാഷ്യൂനട്ടും ബദാമും രണ്ടും കൂടെ ഒരുമിച്ച് ഇടണ്ട, ഏതെങ്കിലും ഒന്നിടാം കേട്ടോ. ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കാറുണ്ട് ഞാൻ. എല്ലാ ഫ്രൂട്ട്സ് വെച്ചിട്ടും മാമ്പഴക്കാലമാകുമ്പോൾ ഫുള്ള് മാമ്പഴം വെച്ചിട്ടായിരുന്നു. അപ്പോൾ നല്ല ഷെയ്ക്ക് പോലെ ഉണ്ടാവും. ചില സമയത്ത് ഞാനിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഇതുപോലെ ഉണ്ടാവും. പിന്നെ ഇപ്പം ഞാൻ ഒരു ദിവസം ഓവർനൈറ്റ് ഫുൾ അടച്ച് വെച്ചത് കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഓവർനൈറ്റ് ഫുള്ള് വെച്ച ശേഷം അടുത്ത ദിവസം കാലത്ത് ഇവിടെ വെച്ചതല്ല കേട്ടോ, നേരെ ഫ്രിഡ്ജിലായിരുന്നു വെച്ചത്. എന്നിട്ട് തിരിച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതേ ലൊക്കേഷനിൽ കൊണ്ടുപോയി ഡെക്കറേഷൻ സ്ഥലത്ത് കൊണ്ട് വെച്ചതാണ് കേട്ടോ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതേ ഇപ്പം നോക്കിയാൽ ചിയ സീഡ്സ് എല്ലാം വീർത്ത് വന്നിട്ടുണ്ട്. ഈ ചിയ സീഡ്സിന് ഒരു പ്രത്യേകതയുണ്ട്, ഡയറക്റ്റ് കൺസ്യൂം ചെയ്യാൻ പാടില്ല കേട്ടോ. അത് 1 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ട് കുതിർത്ത ശേഷമോ പാലിലോ ഒക്കെ ആയിട്ട് അതിങ്ങനെ വീർത്ത് വരും. അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ ശരീരത്തിൽ പോയാൽ ശരിയാവില്ല. അപ്പോൾ അത് കൺസ്യൂം ചെയ്യുമ്പോൾ അത് 1 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം കുടിക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാൻ. ഇനി ഇത് അത്ര മധുരം ഉണ്ടാവില്ല. അപ്പോൾ എനിക്കും മനോട്ടിനും കുറച്ച് മധുരപ്രിയരാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, ഹണി ഒഴിക്കും. ഹണി കുറച്ചേ ഒഴിക്കുള്ളൂ കേട്ടോ. 1 ടീസ്പൂൺ അത്രയൊന്നുമില്ല, അതും കുറച്ചേ ഒഴിക്കുള്ളൂ. കാരണം മധുരം ഉണ്ട് എന്നൊന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം കുറച്ച് മധുരം. എന്തായാലും ഞാൻ ഇതിൽ ഡേറ്റ്സ് ഒക്കെ ഇടാറുണ്ട്. എല്ലാം കൂടെ കുറച്ച് ഞാൻ മുന്നേ ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഡേറ്റ്സും ഹണിയൊക്കെ ആകുമ്പോൾ ഒരുപാട് മധുരം ആവണ്ടെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഡേറ്റ്സ് ഇട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് തേനൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് പിന്നെ രാത്രി മുഴുവൻ വെച്ചിരുന്നത് കൊണ്ട് ഒരു തണുപ്പും ഉണ്ട്. അപ്പം നമുക്ക് ഐസ്ക്രീമോ ഫ്രൂട്ട് സലാഡോ ഒക്കെ കഴിക്കണ പോലൊരു ഐറ്റമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.